നമസ്കാരം. അപകീർത്തികരമായിട്ടുള്ള പദപ്രയോഗം നടത്തി എന്ന പരാതി. വകുപ്പ് 509 പ്രകാരം വിവാദ ദല്ലാൽ ടി.ജി. നന്ദകുമാറിനെതിരെ പോലീസ് കേസെടുത്തു. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പരാതിയിലാണ് പുന്നപ്ര പോലീസ് കേസെടുത്തത്. ഈ മാസം 25-ന് ദല്ലാൽ നന്ദകുമാർ നടത്തിയ പരാമർശത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ശോഭാ സുരേന്ദ്രൻ പരാതി നൽകിയത്. ബി.ജെ.പി. നേതാവ് അനിൽ ആന്റണി, ശോഭാ സുരേന്ദ്രൻ എന്നിവർക്കെതിരായിരുന്നു ടി.ജി. നന്ദകുമാർ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ചായിരുന്നു അന്ന് ആക്ഷേപം ഉന്നയിച്ചത്. ശോഭാ സുരേന്ദ്രന് 10 ലക്ഷം രൂപ നൽകിയതിന്റെ രേഖയെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു ബാങ്ക് രസീതും ടി.ജി. നന്ദകുമാർ പുറത്തുവിട്ടിരുന്നു. തൃശൂരിലെ സ്ഥലം വാങ്ങാനാണ് ശോഭയ്ക്ക് പണം നൽകിയതെന്നും നന്ദകുമാർ ഇതോടൊപ്പം പറഞ്ഞു. എന്നാൽ ഈ പണം താൻ വാങ്ങിയിട്ടുണ്ടെന്ന് സമ്മതിച്ച ശോഭാ സുരേന്ദ്രൻ അത് പക്ഷേ വസ്തു വിൽപ്പനയ്ക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് വിശദീകരിച്ചു. അതേസമയം ദല്ലാൽ നന്ദകുമാറിനെതിരെ ഗുരുതരമായ ആരോപണവുമായി ആലപ്പുഴയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പിന്നീട് രംഗത്തെത്തിയിരുന്നു. CPM-നെ പിളർത്തുന്നതിന് വേണ്ടി തലപ്പൊക്കമുള്ള ഒരു നേതാവിനെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാമെന്ന് തന്നോട് വാഗ്ദാനം ചെയ്തെന്നും ഇതിനായി കോടികൾ ആവശ്യപ്പെട്ടെന്നും ശോഭാ സുരേന്ദ്രൻ അന്ന് വെളിപ്പെടുത്തിയതാണ്. നന്ദകുമാറിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലൂടെ പണം വാങ്ങിയെന്ന് സ്ഥിരീകരിച്ച ശോഭാ സുരേന്ദ്രൻ സഹോദരി ഭർത്താവിന്റെ ചികിത്സയ്ക്ക് പണം ലഭിക്കാൻ ഭൂമി കൈമാറുന്നതിന് വാങ്ങിയ തുകയാണിതെന്നും വിശദീകരിക്കുകയുണ്ടായി. തൃശൂരിൽ ഭൂമി വാങ്ങാൻ ശോഭാ സുരേന്ദ്രൻ തന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് വിവാദ ഇടനിലക്കാരൻ ടി.ജി. നന്ദകുമാർ ആരോപിച്ചിരുന്നത്. ശോഭാ സുരേന്ദ്രന് പണം നൽകിയ ബാങ്ക് രസീത് ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടായിരുന്നു അത്തരമൊരു വിവാദം അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. ദല്ലാൽ നന്ദകുമാറിൽ നിന്ന് ബാങ്ക് വഴി പണം കൈപ്പറ്റിയെന്ന് സംബന്ധിച്ച ശോഭ തന്റെ ഭൂമി വിറ്റതിന് കിട്ടിയതാണ് ഈ 10 ലക്ഷം രൂപ എന്നും വിശദീകരിച്ചിരുന്നു. ഭൂമി രജിസ്ട്രേഷൻ നടത്താൻ 4 തവണ വിളിച്ചിട്ടും അതിന് തയ്യാറായില്ല എന്നും പണം തിരികെ നൽകിയെന്നും ഭൂമി മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നും ശോഭാ സുരേന്ദ്രൻ ഇതിന് പിന്നാലെ പറയുകയുണ്ടായി. CPM-നെ പിളർത്താൻ കണ്ണൂരിൽ നിന്ന് തലപ്പൊക്കമുള്ള നേതാവിനെ ബി.ജെ.പിയിൽ എത്തിക്കാമെന്നായിരുന്നു നന്ദകുമാർ അന്ന് പറഞ്ഞതെന്ന് ശോഭ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് EP വിഷയം പുറത്തു വരുന്നത്. CPM നേതാവിനെ പാർട്ടിയിൽ ചേർക്കാൻ ബി.ജെ.പി. ദേശീയ ഓഫീസിൽ ഉൾപ്പെടെ നന്ദകുമാർ കയറി ഇറങ്ങിയത് എന്തിനാണെന്ന് EP വിഷയം പുറത്തു വന്നതോടെ ജനങ്ങൾക്ക് മനസ്സിലായി. ഇതിനുവേണ്ടി കോടികളായിരുന്നു നന്ദകുമാർ ചോദിച്ചിരുന്നത്. ഗവർണറാകാനും കേന്ദ്രമന്ത്രിയാകാനും സന്നദ്ധനായിരുന്ന CPM നേതാവായിരുന്നു അതെന്ന് അന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ EP വിഷയം ഇപ്പോൾ കൂടുതൽ ചർച്ചയായ സാഹചര്യത്തിൽ ഇത് EP-യെ കുറിച്ചാണെന്നത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് കരിമണൽ കമ്പനി ഉടമയ്ക്ക് വേണ്ടി തന്നെ കാണാൻ ബന്ധു വഴി ശ്രമിച്ചു എന്നും ഇതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ ദല്ലാൽ നന്ദകുമാറിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. EP വിഷയം കൂടുതൽ ചർച്ചയാകുന്ന സാഹചര്യത്തിൽ EP ഈ ഒരു വിഷയം ചർച്ചയാകാൻ വേണ്ടി AKG സെന്ററിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ദല്ലാൽ നന്ദകുമാറിനെതിരെ നടപടിയെടുത്തിരിക്കുന്നത്.